അവർക്കൊരു ആശ. ഇവിടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. പെൺകുട്ടികൾ ഭയത്തിലാണ്. അവർ പരാതി കൊടുക്കുക പോയിട്ട് അവരുടെ ഏറ്റവും അടുത്ത കൊളീഗ്സിൻ്റെ അടുത്തോ മാതാപിതാക്കളുടെ അടുത്തോ പോലും ഹരാസ്മെൻറ്റുകൾ പറയുന്നില്ല. അവർക്ക് സ്വന്തം ജീവനിൽ ഭയമുണ്ട്. അവർക്ക് സ്വന്തം അച്ഛനും അമ്മയും അടക്കമുള്ള ആളുകളുടെ ജീവനിൽ ഭയമുണ്ട്. അങ്ങനെ ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷം കൂടി ഈ സിനിമാ രംഗത്തുണ്ട്. അതുകൊണ്ടാണ് ചൂഷണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് എന്നുകൂടി പറഞ്ഞു വെക്കുന്ന ഒരു റിപ്പോർട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്. മുഖ്യമന്ത്രി പറയുന്നു പരാതിയുമായി വരട്ടെ എന്ന്. ഇവിടെ അപ്പോൾ പരാതി പറയൂ എന്ന് ഫിലിം ചേംബർ പറയുന്നു. ഇതൊക്കെ നമ്മൾ പറയുന്നത് പോലെ എളുപ്പമാണോ ഇതുപോലെ ഒരു ഇൻഡസ്ട്രിയിൽ? അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മുടെ മുകേഷിന് നേരെ ബ്ലാക്ക് മെയിലിംഗ് ഭീഷണി ഉണ്ടായെന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ട് അദ്ദേഹം അന്നേരം പരാതി കൊടുത്തില്ല? അതൊരു ചോദ്യമല്ലേ. അപ്പോൾ ഈ ബ്ലാക്ക് മെയിലിംഗ് ഭീഷണി അന്നല്ലേ വന്ന സമയത്ത് തന്നെ കൊടുക്കാമായിരുന്നില്ലേ? ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളല്ലായിരുന്നു. അപ്പോൾ ഇവിടെ കൃത്യമായി തന്നെ പറയാനുള്ള സംഗതി, എൻ്റെ നേരെ ഒരു ഹറാസ്മെൻ്റ് ഉണ്ടായാൽ ഞാൻ തീരുമാനിക്കും ആരോട് എന്ത് എപ്പോൾ പറയണമെന്ന്. നമ്മൾ കമ്മ്യൂണിസ്റ്റ് റഷ്യയിലായിരുന്നെങ്കിൽ എൻ്റെ നേരെ നടക്കുന്ന ഒഫൻസിനെ ഇറ്റ് ഈസ് എൻ ഒഫൻസ് എഗെയിൻസ്റ്റ് സൊസൈറ്റി എന്നാണ് പറഞ്ഞിരുന്നത്. ഇവിടെ അങ്ങനെയല്ല. നിയമം അരുത് എന്ന് പറയുന്ന സംഗതി മാത്രമാണ് കുറ്റകൃത്യം. അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം, ഒഫൻസിനെ ഡിഫൈൻ ചെയ്യുന്ന വ്യത്യാസം. ഇനി നിയമം അരുത് എന്ന് പറയുന്ന ഒരു കുറ്റകൃത്യം നടന്നു, അത് കോഗ്നൈസബിൾ ഒഫൻസാണ്, നടപടിയെടുക്കാവുന്ന ഒരു കുറ്റകൃത്യമാണ് ഇപ്പോൾ എൻ്റെ നേരെ നടക്കുന്ന സെക്ഷൽ ഹറാസ്മെൻറ്റ്. പക്ഷേ ഞാൻ എന്ന വിക്ടിം അവിടെ മൊഴി പറയണം, സർവൈവർ. അപ്പോൾ ഞാൻ അതിന് തയ്യാറാവണം. എനിക്കൊരു പക്ഷേ അതിനുള്ള മാനസികമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവില്ല. അന്നേരമേ ഞാൻ പറയൂ. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ്. ആ മനുഷ്യനെ ഒരു ട്രാജഡി അല്ലെങ്കിൽ ഒരു അറ്റാക്കിനെ ഫേസ് ചെയ്യുമ്പോൾ അവർ അനുഭവിക്കുന്ന ട്രോമേനെ മറികടന്ന് വന്ന് മാത്രമേ അവർക്കത് പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ അവർ ലൈഫിനെ തന്നെ ബാധിച്ച് ട്രോമാറ്റൈസ് ചെയ്ത് അവർ പല ഫീൽഡിൽ നിന്നും ഔട്ടായി മാറി നിൽക്കുകയും ആത്മഹത്യയും നാടുവിട്ട് പോവുകയും ചെയ്തിട്ടുള്ള കഥകൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സിനിമയിലും അല്ലാത്ത ജീവിതങ്ങളിലും. പിന്നെ ഇവിടെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് ഷട്ടിൽ കോക്ക് കളിക്കണ പോലെ അങ്ങോട്ട് അടിക്കുക 100 എണ്ണം, ഇങ്ങോട്ട് അടിക്കുക, നിങ്ങൾ അത്ര ചെയ്തില്ലേ, ഞങ്ങൾ ഇത്ര ചെയ്തില്ലേ, ഇങ്ങനെ പറയണേക്കാളൊക്കെ ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്ന കാര്യങ്ങളെ കൃത്യമായി അന്വേഷിക്കാൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്. ആ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ കൃത്യമായി മൊഴികൾ പറഞ്ഞ് അതിൻ്റെ പ്രോസസ്സിൽ യാതൊരു തടസ്സം വരാതെ, നേരത്തെ നടിയെ ആക്രമിച്ച കേസിൽ ഒരുപാട് പേര് മൊഴികൾ മാറ്റി പറഞ്ഞു. ഒരുപാട് തരത്തിലുള്ള ടാമ്പറിങ് ഓഫ് എവിഡൻസ് ഉണ്ടായി. മൊബൈൽ ഫോൺ മുക്ക് കാണാതാക്കുക, അല്ലെങ്കിൽ മറ്റേ ഒരുപാട് കാര്യങ്ങൾ മൊബൈലിൽ കൊണ്ട് തിരുത്തുക, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പഴുതടച്ച് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇപ്പോഴെങ്കിലും പറഞ്ഞത് മുതൽ അവർ തരുന്ന തെളിവുകൾ, ഇനി കോടതിയിൽ നിന്ന് തെളിവുകൾ കാണാതാവുക, ജഡ്ജസ് വീട്ടിൽ കൊണ്ടുപോയി ഒളിച്ചിട്ട് കാണുക, ഇങ്ങനത്തെ കുറേ സംഗതികളുണ്ട്. അവിടെ ജഡ്ജസ് പൂജ്യം വിട്ടി കളിക്കില്ല, വേറെ ആൾക്കാരെ ഏത്തക്കപ്പഴം തിന്നല്ല, വേറെന്തോ കാള പറ്റൂ എന്ന് പറയുമ്പോൾ കയറെടുക്കുക, ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് അവർ ചെയ്യുന്നതിൽ പലതും ഞാൻ ആക്ഷേപിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ കേരളത്തിലെ ഒരു കോടതിയുടെ അകത്ത് നിന്ന് ഇങ്ങനെ മെമ്മറി കാർഡിന് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കൊന്നും പ്രശ്നം വരില്ലായിരുന്നു. അപ്പൊ ഇതൊക്കെ നടക്കുന്നുണ്ട് എല്ലാവിടെയും.